2020 ಕುಡಿಯದೆ ಹಾಗೂ ಬ್ರೆಸ್ಟ್ ಕ್ಯಾನ್ಸರ್ ಆರಂಭ ಅಲ್ಲ. ಅದು വന്ന സമയത്ത് വളരെ പ്രയാസം തോന്നി. से बीमार तंग देहरे लागला समय तंग बहुत दुःखर अवस्था तंग जीवन आसല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എനിക്ക് ഉണ്ടോ എന്ന് ജീവിക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായി. नेक्स्ट समय नेक्स्ट दिन गुड़ा करे नेक्स्ट मास गुड़ा करे किंदी अब कौन अब मुआरी बंची परिवो की नहीं की बोली की तंगर मारे बस निराशा आसला. കർത്താവിനെ സ്തുതിക്കാനായിട്ട് കുറേ പല കാരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊരു വലിയൊരു കാരണമാണ്. प्रभु को गौरव देवा पाई बहुत विषय मोर जीवन गोटिला मात्र एटा भी गुटे कारण केवला. ഒന്നാമതായിട്ട് എനിക്ക് വളരെ ഷോർട്ടായിട്ട് പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പലപ്പോഴും സാധിക്കത്തില്ല. ഞാൻ ഈ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചത് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്, വലിയൊരു ആശ്വാസമായി. बहुत शॉर्ट भावरे कोई भी भावरे मत हेउ नहीं मात्र प्रभुंकर अनुग्रह रे तंकर देह रे से बीमार अच्छी बोली करी जानुवा पाई प्रभु सहाय्य कले. രാത്രിയിൽ ഞാൻ വളരെ ഉറക്കമില്ലാതെ അർദ്ധരാത്രിയിൽ എൻ്റെ ഫാമിലിയെല്ലാം ഉറങ്ങി കിടക്കുമായിരുന്നു. പക്ഷെ അർദ്ധരാത്രിയിൽ എനിക്ക് ഉറക്കം വരാഞ്ഞതുകൊണ്ട് ഞാൻ ഫ്രണ്ട് റൂമിൽ പോയി ഒരു ദൈവവചനം വായിക്കാൻ അവിടെ ഞാൻ മിഡിൽ ഓഫ് ദ നൈറ്റ് അത് ചിന്തിച്ചില്ല, അത് വായിക്കണമെന്ന് വിചാരിച്ചില്ല പോയത്. ഞാൻ ആ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിൾ കമൻട്രി ആയിരുന്നു, ഒരു ഹെവി ബുക്കായിരുന്നുകൊണ്ട് അത് അടുത്തിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. गोटे रात्रि रे तंगर जीवन रे कोण आला बिल्कुल निद होबे नहीं रहा अब नहीं ले समस्या सोचंदी आठ मिडनाइट रे अर्धरात्रि रे तंगे उठी करी फ्रंट रूम रे जाई करी बसी करी बाइबल पढ़वा पाए नले कोण बही पढ़वा पाए तंगे गला बेलकू कोण आला बिल्कुल कहले तंगर पकरे गोटे कमेंट्री बड़ कमेंट्री थिला से कमेंट्री खोली करी पढ़वा पाए पकले കുനിഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് പെയിൻ ആയത് കാരണം ഞാൻ എടുത്ത സമയത്ത് അതിൻ്റെ വെയിറ്റ് എൻ്റെ കൈകളെല്ലാം പ്രസ് ചെയ്തപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ലംബ് അറിയാൻ പറ്റിയത്. बहुत वजन थी हेतु से बहुत वीकरी पड़ी भावला बेलू हो पारानी बैक पेन आरंभ है आवरी तंगे कौन कले हाथ रे सेटा उठाई करी गला बेलू आवरी बेसी बथा आईगला तापर यदि कौन है एमती सब आड़े देखला बेलू गोटे सान गोटे लंब गोटे छोटा गोटे गोला भलिया तंग जना पड़ा. വളരെ വിഷമം തോന്നി, വളരെ പേടി, ഭയം തോന്നി, പരിഭ്രാന്തി തോന്നി എനിക്ക്. കാരണം ഇങ്ങനെയുള്ള ലംസ് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ക്യാൻസറസ് ആകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ആ രാത്രിയിൽ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര വിഷമവും ഭയവും തോന്നി. बहुत दुख लागिला, बहुत भय भी जीवन रे आसला. कारण ये लम्स विषय रे गोला विषय रे मोई केते केते जनकर जीवन रे गोटलाटा विषय सुनी चंदी सटा पाई मोर जीवन रे बे बहुत दुख भी आसला, भय भी आसला आसला. ഫാമിലി അടുത്ത് പറയണമെന്ന് തോന്നി. പിന്നെ വിചാരിച്ചു അവരെയും വിഷമിപ്പിക്കണ്ട. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വളരെ പ്രാർത്ഥിച്ചു. കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ആ ഭയം മാറിപ്പോയിട്ട് എനിക്ക് ആ രാത്രിയിൽ സുഖകരമായി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞു. फैमिली को उठाई करी ये विषय कोई भी बोल करी भाविले मात्र से माने निदरे बढ़िया भाव रे सोचंदी करी आवरी बसी करी प्रार्थना कला बेलू प्रभु मते से निराश रे उद्धार करवाटा केते साहस देले केते धैर्य देले केते आशीर्वाद भी देले. അവിടെയാണ് ഈ വേഴ്സിൻ്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തെത്തുന്ന കഷ്ടങ്ങളിൽ നമ്മുടെ ഫാമിലി ഉണ്ടായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, പലരുണ്ടായിരിക്കാം. പക്ഷേ കർത്താവിന് മാത്രമേ നമുക്ക് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെ സഹായിക്കാനും കർത്താവിന് മാത്രമേ കഴിയുള്ളൂ എനിക്ക് പലപ്പോഴായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ആ രാത്രിയിലും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. सबसे बड़े एका गीत संगीत 44 एक और 3 पर्यंत और 10 पद पढ़लाटा जीवन रे बहुत धैर्य देला और मते सांत्वना भी देला. सेटा पाई मुझे विषय बोलते ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ചിലപ്പോൾ എൻ്റെ ആ ലംബം പോവുമായിരിക്കുമെന്ന്. केते दिन निजे चिंता कली केते समय प्रार्थना कला परे ए गुला सेटा पळैगो बोलिकि भावितिलु. ഫാമിലിയോടൊന്നും പറയണ്ടെന്ന് വിചാരിച്ചു. കാര്യം എൻ്റെ ഒരു മോൾക്ക് എക്സാം ഒക്കെ വരുന്നുണ്ടായിരുന്നു, അതോ വേറെ എന്തോ ഒരു ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചും എല്ലാവരെയും ഇത് അപ്സെറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അത് മാറ്റിത്തരുമെന്നുള്ള ആ വിശ്വാസത്തിലും ആഗ്രഹത്തിലും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിഞ്ഞിട്ടും ആ ലംബം അവിടെ തന്നെ ഉണ്ടായിരുന്നു.
ଫ୍ୟାମିଲିକୁ କାହାକୁ ବି କହିବାର ନାହିଁ, କାରଣ ଝିଅର ପରୀକ୍ଷା ଆସୁଛନ୍ତି, ଆହୁରି ଘରେ ବି କେତେଟା ବିଷୟ ବଡ଼ କାମ ଇମ୍ପୋର୍ଟାଣ୍ଟ କାମ ଗୁଡ଼ାକ ବି ଅଛି। ക്യാൻസർ തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സർജറി എല്ലാം ചെയ്ത് ബയോപ്സി എല്ലാം ചെയ്തതിന് ശേഷമാണ് അറിഞ്ഞത് ക്യാൻസർ ആണെന്ന്. ତାପରେ 1.5 ସପ୍ତାହ ପରେ ଫ୍ୟାମିଲିକୁ ଜଣାଇଲେ, ଡକ୍ଟର ପାଖରେ ଗଲେ, ଯାଇକରି ମାମୋଗ୍ରାମ ବୋଲିକରି ଗୋଟେ ଟେଷ୍ଟ କଲା ପରେ ଆହୁରି ଅପରେସନ୍ ବି ଗଲା। ତାପରେ ସେମାନେ କନଫର୍ମ କଲା ସେଟା ବ୍ରେଷ୍ଟ କ୍ୟାନ୍ସର ହେଇଛି ବୋଲି କନଫର୍ମ കല. സർജറിക്ക് മുമ്പേ ബയോപ്സിക്ക് മുമ്പേ അവർ പറഞ്ഞത് 21 റേഡിയേഷൻ കാണും, കീമോ 8 കാണും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബയോപ്സിന് ശേഷം റേഡിയേഷൻ ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മുഖത്ത്. ଅପରେସନ୍ ଆଗରେ ସେ ଡକ୍ଟରମାନେ କହୁଥିଲେ 21 ଟାଇମ୍ସ ରେଡ଼ିଏସନ୍ କରିବାର ଅଛି ବୋଲି କହିଲେ, ମାତ୍ର ଅପରେସନ୍ ହେଲା ପରେ ଡକ୍ଟରମାନେ ସେଟା ଦରକାର ନାହିଁ ବୋଲିକିରି ଜଣାଇଲେ. പക്ഷേ ഈ ഷോക്കിംഗ് ന്യൂസ് കേട്ട സമയത്ത് ഇത് ക്യാൻസർ തന്നെ ആണെന്ന് അത് കൺഫേം ചെയ്ത സമയത്ത് ഇത്ര ഈസി ആയിട്ടൊന്നും എനിക്കിപ്പം പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നില്ല. ഞാൻ വളരെ ഞാനും എൻ്റെ കുടുംബമൊക്കെ വളരെ അപ്സെറ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ഞാൻ അപ്സെറ്റ് ആയിരുന്നു. പക്ഷെ ആ സമയങ്ങളൊക്കെ കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അനേക ദൈവമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരുതി. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കഴിഞ്ഞത്. ଅପରେସନ୍ର କ୍ୟାନ୍ସରର ବିଷୟ ଡକ୍ଟରମାନେ ଯେତେବେଳେ କ୍ୟାନ୍ସର ବୋଲିକିରି କହିଲା ବେଳକୁ ମନରେ ବହୁତ ନିରାଶା, ଆହୁରି ଆଦର୍ଯ୍ୟ, ଆହୁରି କେତେ ପ୍ରକାରର ମାନସିକ ଅସୁବିଧା ଗୁଡ଼ାକ ଜୀବନରେ ଆସିଲା। ମାତ୍ର ପ୍ରଭୁଙ୍କର ବାକ୍ୟ ଗୁଡ଼ାକ ଦେଲେ, ଆହୁରି ପ୍ରଭୁ ଅନୁଗ୍ରହ କଲେ, ସାକ୍ଷ୍ୟ ଦେଲେ। ଘରେ ବି ସମସ୍ତେ କେତେ ଡିପ୍ରେସନ୍ରେ ପଳେଇଲା ସମସ୍ତେ। ମାତ୍ର ସେଠିରେ ସବୁ ପ୍ରଭୁ ଉଦ୍ଧାର କରିକିରି ଆଣିକରି ଆପଣମାନଙ୍କ ସାମ୍ନାରେ ଛିଡ଼ା କରିକିରି ପ୍ରଭୁଙ୍କର ବାକ୍ୟ କହିବା ପାଇଁ, ସାକ୍ଷ୍ୟ କହିବା ପାଇଁ ପ୍ରଭୁ ସୁଯୋଗ ଦେଉଛନ୍ତି। ସେଟା ପାଇଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେଉଛି। മെയിനായിട്ട് 3-4 കാര്യങ്ങൾ എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനുണ്ട്. ପ୍ରତ୍ୟେକ ଭାବରେ କେତେଟା ବିଷୟ କହିକରି 3-4ଟା ପଏଣ୍ଟସ୍ କରିକିରି ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେବାର ଅଛି। ഒന്നാമതായത് ഈ ലംബ് ഡിറ്റക്ട് ചെയ്യുന്നത് റൈറ്റ് ടൈമിലായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ପ୍ରଥମରେ ଏ ଲମ୍ସ ଦେଖାଇଲାଟା, ଜାଣିଲାଟା ତାର ଠିକ୍ ସମୟରେ ସେଟା ଜଣା ପଡ଼ିଲାରୁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେଉଛି। കാരണം സർജറി കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇത് ഡിറ്റക്ട് ചെയ്ത അന്ന് മുതൽ ഇത്രയും സമയം കൊണ്ട്, സർജറി കഴിയുന്ന സമയം കൊണ്ട് ഇത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ଡକ୍ଟର କ'ଣ କହିଲେ, ଏଇଟା ଯେତେବେଳେ ଜଣା ପଡ଼ିଲା ସେ ସମୟଠୁ ପରେ କ୍ୟାନ୍ସର ଫାଷ୍ଟ ଗ୍ରୋଥ୍ ବୋଲି କହିଲେ ବଢ଼ିବାଟା ଗୋଟେ ବିଷୟ। କ୍ୟାନ୍ସରର ସେଲ୍ ଗୁଡ଼ାକ, ସେ ଲମ୍ସ ଗୁଡ଼ାକ ସେଟା ପାଇଁ ସେମିତି ଡକ୍ଟରମାନେ କହୁଥିଲେ। അത് കാരണം അത് ഇപ്പോഴെങ്കിലും റിമൂവ് ചെയ്തത് കൊണ്ട് ഇത് ഏർലി സ്റ്റേജ് ആയിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞു. ଏଟା ବେଗି ରିମୁଭ୍ କଲାରୁ ମାନେ ଅପରେସନ୍ କରିକିରି ସେଟା ବାହାର ସେ ଲମ୍ସ ସେ ଗୁଳା ବାହାର କଲାରୁ ଏଟା ଏର୍ଲି ଷ୍ଟେଜ୍ ଅଛି, ସେଟା ପାଇଁ ଡରବାକୁ କିଛି ଦରକାର ନାହିଁ ବୋଲିକି ଆଉ କେତେ ଦିନ ପରେ କାହାକୁ ବି ନ ଜାଣିକିରି ଡକ୍ଟର ପାଖରେ ବି ନ ଜାଣିକିରି ସେଟା ରୋକି ଦେଇଥିଲେ। ବର୍ସ କଣ୍ଡିସନ୍ ବୋଲି କହିଲେ ବହୁତ ଅସୁବିଧାର ଗୋଟେ କାରଣ ବି ହେଇପାରେ। രണ്ടാമതായിട്ട് എൻ്റെ ഈ സർജറിയുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ കഴിഞ്ഞില്ല. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കോവിഡ് ടൈം ആയിരുന്നു. ഈ സമയത്ത് ഞങ്ങളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയുള്ളതായ ഒരു ഇതുമില്ലായിരുന്നു. ആ സമയത്താണ് ഇത് നടന്നത്. ആ സമയത്തും ദൈവം സഹായിച്ചു. ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിലൂടെയാണ്. ആ ഡോക്ടർ വേറെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ടോട്ടൽ റിമൂവലൊക്കെ ഓക്കെ ആണെന്ന് പറയുവാനും അത് ആ ഡിസിഷൻ ഞങ്ങൾക്ക് എടുക്കുവാനും ദൈവം കൃപ തന്നു പ്രാർത്ഥനയിലൂടെ. ଯେତେବେଳେ ଏ ବିମାର ଆସିଲା ସେ ସମୟ କୋଭିଡ଼ର ସମୟ ଥିଲା। 2020 ଏକା ସେଟା କୋଭିଡ଼ର ସମୟ ଥିଲାରୁ କାହାକୁ ବି ପଚାରିବା ପାଇଁ, ଏ ଅପରେସନ୍ କରିବା କି ନାହିଁ କି ଏଗୁଡ଼ାକ ସବୁ ଗୋଟେ ସଜେସନ୍ ଦେବା ପାଇଁ ମିଶା କିଏ ନଥିଲା। ମେଡ଼ିକାଲର ଗୋଟେ ଡକ୍ଟର ତାଙ୍କର ଫ୍ୟାମିଲି ଫ୍ରେଣ୍ଡ ଥିଲା, ସେ କେତେ അഡ്വൈസ് ଦେଲେ, ତାପରେ ଅପରେସନ୍ ହେବା ପାଇଁ ସାହାଯ୍ୟ କଲେ. അതൊരു വലിയ വിഷമത്തിലൂടെ ഞാൻ കടന്നുപോയതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആരാണെങ്കിലും ഒരു സർജറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യമാണ്. ലംബാണെന്ന് പറഞ്ഞാൽ പോലും വിഷമമുള്ള കാര്യമാണ്. അതിനോട് ടോട്ടൽ റിമൂവലാണെന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ദൈവം അമിതമായ കൃപ ദൈവം തന്നു. പ്രാർത്ഥിച്ച് കർത്താവ് ആ ഡിസിഷൻ എടുക്കാനുള്ള കൃപ തന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ଗୋଟେ ଅପରେସନ୍ ବୋଲିକରି କହିଲେ ପ୍ରତ୍ୟେକ ଭାବରେ ଲଙ୍ଗସ୍ କ୍ୟାନ୍ସର ଅପରେସନ୍ ଏଗୁଡ଼ାକ କଲେ ଗୋଟେ ଶ୍ରୀଲଙ୍କାର ବିଷୟରେ ଚିନ୍ତା କଲେ ତାଙ୍କର ଜୀବନରେ ବହୁତ ଅସୁବିଧାର ଅବସ୍ଥା ନିରାଶର ଅବସ୍ଥା ଆସିବ ମାତ୍ର ପ୍ରଭୁ ସବୁ ବିଷୟରେ ସାହାଯ୍ୟ କଲେ ସବୁ ତ ଭାରେ ବାପାയി ପ୍ରଭു ସାହାଯ୍ୟ କଲେ. വേറൊരു കാര്യം കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കോവിഡ് ടൈം ആയിരുന്നു. അതും കോവിഡിൻ്റെ പീക്ക് ടൈം, ഏറ്റവും കോവിഡ് വന്ന സമയമാണ്. ആ സമയത്ത് ഭയങ്കര സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അധികം പേരെ ഹോസ്പിറ്റലിൽ അവർ കയറ്റിവിടത്തില്ല. ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് ഹൈലി ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. പക്ഷേ സർവശക്തനായ ദൈവം കൃപ തന്നു. ഒരു പ്രാവശ്യം പോലും എൻ്റെ ഹസ്ബൻഡിനോ എനിക്കോ കോവിഡിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുവാനോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊലോങ് ചെയ്യുവാനോ ഒന്നും ഇടയായില്ല. କୋଭିଡର ପିକ୍ ଟାଇମ୍ରେ ସେ ବିମାର ଆସିଲା, ମେଡ଼ିକାଲରେ ଆଡ଼ମିଟ୍ ହେଲା. ସେ ସମୟରେ ବି ସେଟା କାହାକୁ ଦେଖି ହେବା ପାଇଁ କିଛି ଉପାୟ ନଥିଲା. ଲୋକମାନେ ବି କିଏ ବି ଆସୁନଥିଲା. ହଜବେଣ୍ଡ ଗୋଟେ ଡାଇବେଟିସ୍ର ପେସେଣ୍ଟ ହେଲାରୁ ସେଟା ବି ତାଙ୍କର ବି ବେଶୀ ଚିନ୍ତାର କାରଣ ଥିଲା. ମାତ୍ର ସବୁ ବିଷୟରେ ପ୍ରଭୁ ଆଶୀର୍ବାଦ ଅନୁଗ୍ରହ କଲେ. അതുപോലെ തന്നെയാണ് വേറൊരു പ്രയാസം. ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു കാര്യമാണ് കീമോ ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ സാധാരണ എല്ലാ ക്യാൻസർ പേഷ്യൻസിനും അവരുടെ ഫുൾ മുടിയും പോവും. അത് വളരെ തന്നെ ദുഃഖം തന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും അത് കർത്താവ് എനിക്ക് അതിനുള്ള കൃപ തന്നു. ଆହୁରି ଗୋଟେ ବିଷୟ କହିଲେ ଯେତେବେଳେ କିମୋଥେରାପି ବୋଲିକରି ସେ ବିମାରକୁ ବନ୍ଦ କରିବା ପାଇଁ ଗୋଟେ କିମୋଥେରାପି ବୋଲିକରି ଗୋଟେ ଅଛି ସ୍ପ୍ରେଡ୍ ନେବା ପାଇଁ. ସେଟା କରିବା ସମୟରେ ଆମର ମୁଣ୍ଡର ବାଳ ପୁରା ଝଡ଼ିଯିବ ଆକା. ସେଟା ବି ଗୋଟେ ଶ୍ରୀଲଙ୍କାର ମୁଣ୍ଡରେ ବାଳ ନଥିଲେ ସେଟା ବହୁତ ଅନ୍ୟମାନଙ୍କର ସାମ୍ନାରେ ଯାଇକି ଛିଡ଼ା ହେବା ପାଇଁ, ଅନ୍ୟମାନଙ୍କ ସହିତ କଥାବାର୍ତ୍ତା ଫେସ୍ କରିବା ପାଇଁ ଗୋଟେ ମନର ଗୋଟେ ନିରାଶ ନହେଲେ ଗୋଟେ ଦୁଃଖର ବିଷୟ ହେବ. മാത്ര സെട്ടാരെ മിസ്സാ പ്രഭു അനുഗ്രഹം കണ്ടേ. പ്രത്യേകിച്ച് ഒരു ലേഡി, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അവരുടെ മുടി മുഴുവനും പോവുക എന്നുള്ളതും അങ്ങനെ എല്ലാവരെയും കാണിച്ച് നടക്കുക എന്നൊക്കെ ഉള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖം വന്നു. പക്ഷേ എന്നാൽ എൻ്റെ മക്കളാണേലും എൻ്റെ ഹസ്ബൻഡാണേലും ഫാമിലി ആണേലും ഫ്രണ്ട്സ് ആണേലും ഞങ്ങളുടെ ചർച്ച് പീപ്പിളൊക്കെ എല്ലാവരും എൻകറേജ് ചെയ്ത് അവർ പറഞ്ഞു ഇത് പോയാലും ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും, സോ ഡോണ്ട് വറി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം കരുതി. അതുപോലെ തന്നെ ഒരു കാര്യം, ആ ഒരു സമയത്ത് ഞാൻ ഒരിക്കലും കോവിഡ് ഒരു ബ്ലെസ്സിംഗ് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ദൈവം കൃപ ചെയ്തു. ആ സമയത്ത് ഓൺലൈനായിട്ടായിരുന്നു ഈവൻ അസംബ്ലി പോലും. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങനെ എനിക്ക് പരിചയമുള്ളവരാരും തന്നെ എന്നെ കാണുവാൻ ആ രീതിയിൽ കാണുവാൻ ഇട വന്നില്ല. അതൊക്കെ ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന് പറയാം. ଗୋଟେ ଜଣେ ସ୍ତ୍ରୀର ଜୀବନରେ ବାଳ ଯାଇକରି ବାଳ ମୁଣ୍ଡ ପୁରା ଲେଣ୍ଡା ହେଇକି ରହିଲେ ସେ କାହାକୁ ବି ଫେସ୍ କରିବା ପାଇଁ ଇଚ୍ଛା କରିବ ନାହିଁ. ସେମିତି ଗୋଟେ ଅବସ୍ଥା ସେଟା କୋଭିଡ଼ ସମୟ ହେଲାରୁ କାହାକୁ ବି ମୋର ଦେହର ଅବସ୍ଥା ଦେଖିବା ପାଇଁ ମୋର ମୁଣ୍ଡରେ ବାଳ ନାହିଁ ଏ ବିଷୟ କିଏ ବି ଜାଣିପାରିଲାନି, କିଏ ବି ଭିଜିଟର୍ସ ଆସିନାହିଁ. ମାତ୍ର ଅନଲାଇନ୍ରେ ତାପରେ ଆହୁରି ଗୋଟେ ବିଷୟ ବୋଲି କହିଲେ ଅନଲାଇନ୍ରେ ସେତେବେଳେ ସବୁଆଡ଼େ ସୁ ମିଟିଂରେ ବର୍ସିପ୍ ମିଟିଂ ଗୁଡ଼ାକ ସବୁ ଥିଲାରୁ ସେଟା ବି ବହୁତ ଅନୁଗ୍ରହ କଲେ. ସେଠାରେ ଭଉଣୀମାନେ ତାଙ୍କର ରିଲେଟିଭ୍ସ, ଫ୍ୟାମିଲି, ଫ୍ରେଣ୍ଡସ୍, ସ୍ୱାମୀ ପିଲାମାନେ ସମସ୍ତେ ମୋତେ ଧୈର୍ଯ୍ୟ ଦେଲେ. ସେଟା କେତେ ଦିନ ପରେ ସେଟା ନିଜେ ଆପେ ଆପେ ଆସିବ, ମୁଣ୍ଡରେ ବାଳ ଆସିବ ବୋଲିକରି ସମସ୍ତେ ମୋତେ ଧୈର୍ଯ୍ୟ ଦେଲେ. മുടി പോകുന്നൊന്നും അൺയൂഷ്വലായ കാര്യമൊന്നുമല്ല ഒരു കീമോതെറപ്പിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ചിലർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഒരു പക്ഷേ അവര് നമ്മളെ വിഷമിപ്പിക്കത്തില്ലായിരിക്കും. പക്ഷെ വിഷമിപ്പിക്കുന്ന പലരും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ആശ്വസിപ്പിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാം. അങ്ങനെ ചില ആൾക്കാരൊക്കെ എനിക്കും ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ദൈവം അവോയ്ഡ് ചെയ്തു ഈ സമയത്ത് നിന്ന് ആണ് ഞാൻ പറയുന്നത്. ଆମର ଭିତରେ କେତେ ଜଣ ଅଛି ଗୋଟେ ବିମାର ଆସିଲା ବେଳକୁ କ'ଣ କରିବ, ଆଦର୍ଯ୍ୟ କରିବ, ହଉ ସେମିତି ହେଇଛି କି ଆହୁରି ବାଳ ଆସିବ କି, ଏମିତି କେତେ ଜଣ ଏନକରେଜ୍ କଲେ, କେତେ ଜଣ ଡିସ୍କରେଜ୍ ବି କଲେ. ମାନେ ଆଦର୍ଯ୍ୟ ଦେଇଦେଲେ, ନିରାଶରେ ଆଣିଲେ କେତେ ଜଣ ଆହୁରି ବାଳ ଆସିବ କି ନାହିଁ କେମିତି ବୋଲିକରି ସେମିତି ବି ଲୋକମାନେ ଥିଲେ. ଏ ଦୁଇ ପ୍ରକାର ଲୋକ ଏଇ ଜଗତରେ ଅଛି ଆଗ. വേറെ ഉള്ള കാര്യം കോവിഡ് ടൈം ആയതുകൊണ്ട് എൻ്റെ മക്കളും വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുവാനും അവർക്ക് അറ്റ് ദ സെയിം ടൈം അവരുടെ ക്ലാസ്സസ് ഒന്നും ദൈവം മിസ് ചെയ്യാതെ ഓൺലൈൻ ക്ലാസ്സസ് അവർക്ക് എടുക്കുവാനും അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും എന്നെ നോക്കുവാനും വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ഒക്കെ ദൈവം അതിനുള്ളതായ എല്ലാ
സാഹചര്യങ്ങൾ ഒരുക്കി. അതെല്ലാം ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ആണ്, ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. କୋଭିଡ଼ ଟାଇମ୍ ହେଲାରୁ ସେ ସେବା କରିବା ପାଇଁ ବାହାରୁ କିଏ ନ ଆସିକରି ମୋର ନିଜ ପରିବାରର ପୁଅ ଝିଅମାନେ ଆହୁରି ସ୍ୱାମୀ ସମସ୍ତେ ମୋତେ ବହୁତ କେୟାର କଲେ। ଆହୁରି ସେ ସମୟରେ ସେମାନଙ୍କର କ୍ଲାସ୍ ନଷ୍ଟ ହେବ ବୋଲିକରି ଚିନ୍ତା ହେଉଥିଲା ପାଠ ପଢ଼ିବା ଝିଅମାନଙ୍କର, ମାତ୍ର ସେଟା ବି ନଷ୍ଟ ନ ହୋଇକରି ସେମାନଙ୍କ ସହିତ ସେଠାରେ ବି ଆଟେଣ୍ଡ କରିବା ପାଇଁ, ଶୁଣିବା ପାଇଁ, ଆହୁରି ବସିବା ପାଇଁ, ସୁମ୍ ମିଟିଂରେ ବସିବା ପାଇଁ, ସବୁ ପାଇଁ ପ୍ରଭୁ ଆଶୀର୍ବାଦ അനുഗ്രഹം କଲେ. അതുപോലെ തന്നെ പലരും നിങ്ങളുടെ അസംബ്ലിയിലെ തന്നെ ചില ഫാമിലീസ് തന്നെ ആഹാരം വരെ, ഹോം കുക്ക്ഡ് ആഹാരം വരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത്. ആക്ച്വലി ഞങ്ങൾക്ക് പുറത്തുനിന്ന് എത്ര ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അത്രയും എന്നെപ്പോലെ കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവം അവിടെയും വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും ഞങ്ങളുടെ ഫൈനാൻഷ്യൽ നീഡ്, ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റിനൊക്കെ വളരെ പ്രയാസങ്ങളുണ്ടല്ലോ, എന്നാലും കർത്താവ് ഒരു നീഡ് പോലും മറ്റുള്ളവരോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യുവാൻ ദൈവം ഇടവരുത്തിയില്ല. കർത്താവ് എല്ലാം പ്രൊവൈഡ് ചെയ്തു. കർത്താവിൻ്റെ വിശ്വസ്തത ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. କୋଭିଡ଼ ଟାଇମ୍ରେ ଫୁଡ଼୍ର ବିଷୟରେ ଦେହ ଅସୁସ୍ଥ ହେଇକି ରହିଛି, ଫୁଡ଼ ତୟାର କରିବା ପାଇଁ ଯାଇପାରିବନି, ମାତ୍ର ଘରେ ଝିଅମାନେ କରିକିରି ଦେଲେ। ଆଉ ସେ ବିଷୟରେ ବି, ଫାଇନାନ୍ସିଆଲ ବିଷୟରେ ବି, ଫୁଡ଼୍ର ବିଷୟରେ ବି, କିଛି ବିଷୟରେ ବି ଅସୁବିଧା ହେବା ପାଇଁ ପ୍ରଭୁ ଦେଲା ନାହିଁ। ପ୍ରଭୁ ଆମର ଉପରେ ବିଶ୍ୱସ୍ତ ଭାବରେ କାର୍ଯ୍ୟ କଲେ, ସେଟା ପାଇଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେଉଛି. ഞാൻ കർത്താവ് നല്ലവൻ, വിശ്വസ്തൻ, എനിക്ക് വല്ലഭൻ എന്ന് പിന്നെയും പറയുവാൻ, കർത്താവ് ഈ നല്ലവനായ കർത്താവിനെ എനിക്ക് അറിയുവാൻ സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനുശേഷം ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ വന്നാലും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര മൗണ്ടൻ്റെ അത്രയും ഉണ്ടെന്ന് തോന്നിയാലും, അവിടെയും കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്, ഉണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിയും. ଆମର ଦୁଃଖ ଅବସ୍ଥାରେ ବହୁତ ମନରେ ଦୁଃଖ ଆସିବ, ସେ ସମୟରେ ବି ପ୍ରଭୁଙ୍କର ବାକ୍ୟ ଦେଲେ। ଗୀତ ସଂଗୀତ 44ର 10 ପଦ, ନିରବର ହୋ ମୁଇଁ ସଦାପ୍ରଭୁ ବୋଲିକି ତୁମେ ଜାଣ। ସେ ବାକ୍ୟ ନିରାଶ ହେବାକୁ ଦରକାର ନାହିଁ। ପ୍ରଭୁ ମହାନ ପରମେଶ୍ୱର, ସେ ବିଶ୍ୱସ୍ତ ପରମେଶ୍ୱର ମୋତେ ଆଗକୁ ଯିବା ପାଇଁ, ପଢ଼ାଇବା ପାଇଁ ସାହସ ଦେଲେ। നാമത്തിൽ മാത്രം ପ୍ରଭୁଙ୍କର ନାମ ଦେଲେ।